ഒരുപാട് ആളുകൾ പരാതി പറയുകയാണ് പബ്ലിക് കേരളയുടെ വാർത്തകൾ ലഭിക്കുന്നില്ല എന്ന്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ അമർത്തിയിട്ടുണ്ടോ അഥവാ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ ഇത് രണ്ടും ഉടൻ തന്നെ ചെയ്യുക. എന്നിട്ടും നിങ്ങൾക്ക് വാർത്തകൾ ലഭിക്കുന്നില്ല എങ്കിൽ പബ്ലിക് കേരളയുടെ പേജ് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ലേറ്റസ്റ്റ് വാർത്ത കാണുക. അതിനുശേഷം നിങ്ങൾക്ക് വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. അയോധ്യയിലെ രാമക്ഷേത്ര ഭൂമി പൂജക്കെത്തിയ സ്വാമിമാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് COVID-19 സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഗോവിന്ദയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. വളരെ വ്യക്തമായി പബ്ലിക് കേരള ഭൂമി പൂജ നടക്കുന്ന സമയത്ത് ആ ചിത്രങ്ങൾ ജനങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു ഇവിടെ കോവിഡ് പടരാനുള്ള സാധ്യതകളുണ്ട് എന്ന്. വെറുതെ പറഞ്ഞതാണോ? വസ്തുതാപരമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ? അടിസ്ഥാനപരമായി ധരിക്കേണ്ട മാസ്ക് പോലും ഇവരാരും ധരിച്ചിരുന്നില്ല എന്ന് അടിവരയിട്ട് പബ്ലിക് കേരള ഭൂമി പൂജ നടക്കുന്ന സമയത്ത് തന്നെ വിളിച്ചു കൂവി പറഞ്ഞപ്പോൾ ചില സംഘികൃമികൾ വന്നിട്ട് പറഞ്ഞു പബ്ലിക് കേരളക്ക് സംഘിവിരോധം മാത്രമാണ് പറയാനുള്ളത് എന്ന്. ചില സംഘപരിവാർ കൃമികൾ ഞങ്ങളെ തെറി വിളിച്ച് രംഗത്ത് വരാനും തുടങ്ങി. എന്ത് സംഭവിച്ചു? ഇപ്പോൾ കണ്ണു തുറന്ന് കാണുക. അയോധ്യ രാമക്ഷേത്ര നിർമ്മാൺ ട്രസ്റ്റിന്റെ മേധാവിയായിട്ടുള്ള മഹന്ത് നൃത്യ ഗോപാൽ ദാസിന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. മഹന്ത് നൃത്യ ഗോപാൽ ദാസിന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ചിത്രം കാണിച്ചു തരാം. നരേന്ദ്രമോദിയുടെ തോളോട് തോള് ചേർന്ന് ഭൂമി പൂജക്കിടയിൽ ആഘോഷഭരിതനായി നിൽക്കുന്ന മഹന്ത് നൃത്യ ഗോപാൽ ദാസിന്റെ ചിത്രം. ഈ ചിത്രം കാണിച്ചു തരുമ്പോൾ അധികമൊന്നും ഞങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ല എന്നറിയാം. അതായത് കോവിഡ് സ്ഥിരീകരിച്ചത് സാമൂഹിക അകലം പാലിക്കാതെ നരേന്ദ്രമോദിയുടെ തൊട്ടരികിൽ നിന്ന അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാൺ ട്രസ്റ്റിന്റെ മേധാവിക്കായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്വാറന്റൈനിൽ പോകേണ്ട വലിയ ഒരു സംഭവം തന്നെയാണ് രാജ്യത്ത് നടന്നിട്ടുള്ളത്. പബ്ലിക് കേരള വളരെ വ്യക്തമായി പറഞ്ഞ വാർത്തകൾ മുഖവിലക്കെടുക്കാതെ അതിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ സംഘപരിവാർ കൃമികളെ നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? ഞങ്ങളുടെ ദീർഘവീക്ഷണമാണോ ശരി, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതാണോ ശരി എന്ന് ഇവിടെയെങ്കിലും നിങ്ങളൊന്ന് മനസ്സറിഞ്ഞ് പറയാൻ ശ്രമിക്കുക. ശ്രമിക്കില്ല, ഇവിടെയും നിങ്ങൾക്ക് ന്യായീകരണം ഉണ്ടാകും. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? ഭൂമി പൂജക്കെത്തിയ എല്ലാവരും ക്വാറന്റൈനിൽ പോകേണ്ട വല്ലാത്തൊരവസ്ഥയായിരിക്കും ഇനി നിങ്ങൾ നേരിടാൻ വേണ്ടി പോവുക. അതായത് അത്രത്തോളം ദയനീയമായ ഒരു സാഹചര്യത്തിലേക്കാണ് കോവിഡിന്റെ പ്രോട്ടോകോളുകൾ നോക്കാതെ ഞങ്ങളെ ഗോമാതാവും ഗോമൂത്രവും ചാണകക്കേക്കും പപ്പടവും രക്ഷിക്കുമെന്ന് പറഞ്ഞ് കോവിഡിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഭൂമി പൂജക്ക് അഹങ്കാരത്തോടെ വന്നിറങ്ങിയ നിങ്ങൾക്ക് ഇത് കൊറോണ നൽകുന്ന സമ്മാനം തന്നെയാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്വാറന്റൈനിൽ പോകാതെ വേറെ ഒരു വഴിയും ഇനി മുന്നിലില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.